ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ സമൂഹത്ത് നടക്കുന്നതും നമ്മുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പോൾ നടന്നു പോകുന്നതും സമൂഹ മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലിലും ഒക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. മാനസികമായി സമ്മർദ്ദമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ആയിട്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നു. പക്ഷെങ്കിൽ ആ ഈ ബുദ്ധിമുട്ടുള്ള ആളുകൾ പക്ഷേ അവരെ അറിയാതെ തന്നെ ആയിരിക്കാം ഇത് ഒക്കെ സംഭവിക്കുന്നത്. ഈ ആളുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വീട്ടിലുള്ളവരാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ അതിനെ എനിക്ക് അടുത്തറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. വീട്ടിലുള്ളവരെ ആ ആളുകളിലുള്ള പെരുമാറ്റങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അവർക്ക് എന്തൊക്കെ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഏതൊരു അസുഖത്തിനും ഇപ്പം നമുക്കൊരു പനി, അത് സാധാരണ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാത്തവർ പോലും കുറച്ച് പനിയുടെ ഒരു നല്ല ഒരു സ്റ്റേജൊക്കെ ആകുമ്പം അവർ തനിയെ പോകും, അല്ലെങ്കിൽ അവരെ ആരെയെങ്കിലും വിളിച്ചാണെങ്കിലും പോകും, വേറെ ഏതൊരു അസുഖമാണെങ്കിലും. പക്ഷേ ഇതൊരു അസുഖമായിട്ട് ആരുകളും നമ്മൾ തന്നെ അതിനെ അംഗീകരിക്കുന്നില്ല. അത് കൂടുതലായിട്ട് വരുമ്പോൾ സമൂഹം തന്നെ അവർ അഹങ്കാരികളാണ്, അവർ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന്. അത് നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് അസുഖമാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യും. ഇപ്പം ഒരുപാട് രീതിയിലുള്ള മരുന്നുകളെ കാര്യങ്ങളെ ആയുർവേദം, ഹോമിയോ, അങ്ങനെ ഒത്തിരി മരുന്നുകൾ ഇതിനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവരെ ഏതെങ്കിലും വിധത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കൊടുത്ത കാര്യം ഇത് സമൂഹത്തിൽ വളരെയധികം വിഷമം ഉണ്ടാക്കി. ഇപ്പം നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ പോലും അത് ആ പലരെയാണ് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടിലൊരാൾക്ക് ഇങ്ങനെ അവരെ നമ്മൾ കെയർ ചെയ്യാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ആ വീടിന് വെളിയിലോട്ടാണ് മറ്റുള്ളവർ കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോട്ട് പോകുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മളിപ്പം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇങ്ങനെ അസുഖമുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടു. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ അവർ പോലും അറിയാതെ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്ത് അവരുടെ ആ രോഗത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക. മരുന്നുകളൊക്കെ ഇപ്പം അവരറിയാതെ തന്നെ മരുന്നുകൾ കൊടുക്കാൻ, അതാണ് ഈ രോഗം ആരും ഇപ്പം എനിക്ക് ആ അസുഖം വരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഈ ഒരു രോഗം എനിക്കുണ്ടെന്ന് എനിക്ക് പറയാനും മടിയാണ്. മറ്റുള്ളവരറിഞ്ഞാൽ അത് കുഴപ്പമാണ്. വീട്ടിലുള്ളവർ തന്നെ നമ്മളെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവൾ അഹങ്കാരിയാണ്. അങ്ങനല്ല, നമ്മൾ ആദ്യമേ അവരുടെ പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ തന്നെ അത് മനസ്സിലാക്കി അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് പുറത്തോട്ട് പോകാതെ അവരെ നമ്മൾക്ക് നമ്മുടെ രീതിയിൽ തന്നെ ഒരു ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ അത് കുറച്ച് വഷളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാളിനെ കൊണ്ട് പലരായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പലരെ എന്തെങ്കിലുമൊക്കെ ഇതൊരു വല്ലാത്ത സ്റ്റേജായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോലും അറിയത്തില്ല അവരെന്തൊക്കെയാണ് പറയുന്നത്, അവരെന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ വളരെ അവസാന ഘട്ടത്തിൽ അവർ വേറൊരു തലത്തിലോട്ട്, ചിലപ്പോൾ ഒരു ആത്മഹത്യാ പ്രവണതയിലോട്ട് അങ്ങനെയൊക്കെ പോകാം. അപ്പോൾ അതിനൊന്നും നമ്മളിടയാക്കാതെ നമ്മുടെ വീടുകളിൽ ആണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ വാച്ച് ചെയ്തിട്ട് അവർക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പം എനിക്കാണ് അസുഖമെന്ന് തന്നെ ഞാനാണ് രോഗി. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എൻ്റെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്. മോനെ, അമ്മയിൽ എന്തെങ്കിലും പ്രകടമായ നമുക്കില്ലാത്തതായിട്ടുള്ള കുറേ അധികമായിട്ട് സംസാരങ്ങളെ, അധികമായിട്ട് വൃത്തി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ. നമ്മൾ ഇപ്പം എല്ലാവർക്കും നീറ്റ്നെസ് സ്ത്രീകൾക്ക് പൊതുവേ ഉണ്ടല്ലോ. അപ്പോൾ അതിലും കൂടുതലായിട്ട് ഇതൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ അവരെ വാച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഉറക്കമില്ലായ്മ,
ഒരുപാട് സംസാരം ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ വെറുതെ നോർമലായി ഇരിക്കുന്ന ഒരാളിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവരെ പ്രത്യേകമായിട്ട് വാച്ച് ചെയ്തിട്ട് നമ്മൾ അവർക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമൂഹത്തിലും അങ്ങനെ നമ്മുടെ ബന്ധുക്കളിലും ഒക്കെ ഈ പ്രശ്നങ്ങൾ ഇല്ലാതെ ഇതിനെ മെയിനായിട്ടും ഇതിന് പറയുന്ന പേര് അഹങ്കാരം എന്നാണ്. പക്ഷെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ വരട്ടെ, അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഇത് കൊടുക്കണം. നമ്മൾ അറിവുള്ളവരത് മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ നമ്മളെപ്പോലെ തിരിച്ചു ആദ്യം അവരെക്കുറിച്ച് അവരുടെ മുൻകാലങ്ങളിലുണ്ടായ കാര്യങ്ങളിനെക്കുറിച്ച് മനസ്സിലാക്കണം. അവർ ചെറുപ്പത്തിൽ ഇതേ സ്വഭാവമായിരുന്നോ അതോ അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവരുടെ രീതികൾ എങ്ങനെയായിരുന്നു എന്തോ ആയിരുന്നു എന്ന്. അപ്പം അങ്ങനെങ്കിലും ഒന്ന് ചെയ്യാൻ, ഞാനിത് ആർക്കും സൈഡായിട്ടൊന്നും പറയുന്നതല്ല. ഇതെന്ന് ഇപ്പം എൻ്റെ ബന്ധത്തിലുള്ള ഒരാളാണെങ്കിൽ എനിക്ക് അത് ഉപദ്രവവും ദോഷമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ടോ അല്ലെങ്കിൽ കുറേ തവണയോ സഹിക്കും. പിന്നെ ഞാനും പറയും നമ്മൾ കാര്യം അതുകൊണ്ട് നമ്മളങ്ങ് ഒരുപാട് വിഷമങ്ങളിലോട്ട് പോകുക. അപ്പോൾ നമ്മൾ അടങ്ങിയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് അവരെ ഒന്നുകിൽ തിരിച്ച് നമ്മളുടെ കൂടെ കൊണ്ടുവരികയും നമ്മൾക്ക് ആ വിഷമത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ എല്ലാവരും അതിന് ഈ രോഗികൾ അറിയുന്നില്ല ഇത് രോഗമാണെന്നും ഒന്നും. പക്ഷെ അവരെ തിരിച്ച് ആ സ്റ്റേജിൽ അത് പഴയ രൂപത്തിൽ ആക്കി കഴിയുമ്പോൾ അവർ പറയും എനിക്ക് ഇന്നതുപോലെ ഉണ്ടായിരുന്നു, ഇവരൊക്കെ കാരണമാണ് ഇത് മാറിയത്. അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ആ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അയ്യോ അവർ കാരണമാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സമൂഹത്തിലെ ആളുകൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ലെങ്കിൽ അവർക്ക് മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ് അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഇന്നിവർ നല്ല രീതിയിലായത് എന്ന്. അല്ലെങ്കിൽ ഇത് വളരെ വഷളായ സ്റ്റേജുകളിൽ ആളുകൾ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലും കാണാൻ പറ്റിയിട്ടുണ്ട്. അത് എനിക്ക് എൻ്റെ കുറഞ്ഞ അറിവ് നിങ്ങളിൽ കൂടെ ഞാൻ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഞാൻ ആരുടെയെങ്കിലും സൈഡോ ഞാൻ ആരുടെയും സൈഡൊന്നും പറഞ്ഞതല്ല. നമ്മളൊക്കെ ഞാനും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിഷമിച്ചിട്ടുണ്ട്. വെറുതെ എനിക്ക് ഒട്ടും ബന്ധമില്ലാത്ത ആളുകളിൽ നിന്ന് ഞാൻ പല രീതിയിൽ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഷമമുള്ള അത് അവർക്ക് ഒന്നും വേണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളെ അവരുടെ കണ്ണിൽ പെടുകയോ എന്തെങ്കിലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്ന് അവരെ അറിയുകയോ ചെയ്താൽ അവർ അതിൻ്റെ അകത്ത് പെടുത്തും. പിന്നെ ബാക്കിയുള്ളവരെ എല്ലാം വിട്ടിട്ട് പിന്നെ നമ്മളായിരിക്കും അവരുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകളിലേക്ക് വരാതിരിക്കാൻ നമ്മളും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവരൊക്കെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞെങ്കിലും കൊടുത്ത് ഇവരെയൊക്കെ ഹോസ്പിറ്റലിലോ ഡോക്ടർമാരുടെ കൺസൾട്ടിൽ ഇപ്പം മരുന്നൊക്കെ ഇവർക്ക് അറിയാതൊക്കെ കൊടുക്കാനുള്ള ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് പറയാൻ തന്നെ ശരിയാണോ എന്നറിയില്ല. പക്ഷെങ്കിൽ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു കാര്യം പറയാനായിട്ട് വന്നത്. എനിക്കിതിൽ ഇങ്ങനെ ഒരനുഭവം പണ്ടുണ്ടായിട്ടുണ്ട് ഒരാളിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ശരിക്കും അനുഭവിച്ച ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനിപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ.